ഗുഡ് മോർണിംഗ് ഓൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു യൂസ് വൈൽ ഇൻ അവർ പ്രോഗ്രാം. ഓക്കെ, സോ വൈൽ എന്നുള്ള ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയിട്ടാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഫോർ പോലെ തന്നെയുള്ള ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ് വൈൽ എന്ന് പറയുന്നത്. അപ്പോൾ വൈലും എന്താണ്? ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ലൂപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റാണ് ഇതെന്ന് പറയുന്നത് വൈൽ എന്ന് പറയുന്നത്. അപ്പോൾ വൈൽ ഫോർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ റെപ്പറ്റീഷൻ നമ്മുടെ പ്രോഗ്രാമിൽ ആവശ്യമുള്ളപ്പോഴാണ് നമ്മൾ വൈലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നോർമലി ഏത് ലൂപ്പ് പഠിച്ചാലും നമ്മൾ ഏറ്റവും ആദ്യം അറിയേണ്ട 3 കാര്യങ്ങളാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഓക്കെ, സോ നമ്മൾ ലൂപ്പ് പഠിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ടേക്ക് കെയർ ചെയ്യേണ്ട ഒരാളാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂവിനനുസരിച്ചിട്ട് ആയിരിക്കും നമ്മുടെ ലൂപ്പ് എത്ര തവണ വർക്ക് ഓൺ ആവണം അല്ലെങ്കിൽ എക്സിക്യൂട്ട് ആവണം എന്നുള്ള ഡിസിഷൻ എടുക്കുക. ഓക്കെ, സപ്പോസ് നമ്മളിപ്പം വിളിക്കുന്നത് ഐ എന്നാണ് നമ്മുടെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എങ്കിൽ ഏത് പേര് വേണമെങ്കിലും വിളിക്കാം. നമുക്കൊരു കോമൺ ആയിട്ട് ഞാൻ എപ്പോഴും ഐ എന്ന് പറയുന്നേ ഉള്ളൂ. സോ ഐക്ക് അല്ലെങ്കിൽ നമ്മുടെ ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് ഉറപ്പായിട്ടും ഒരു സ്റ്റാർട്ട് വാല്യൂ വേണം. അതേപോലെ തന്നെ ഒരു സ്റ്റോപ്പ്, അതായത് എവിടെ നമ്മുടെ ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എൻഡ് ചെയ്യണം. അതേപോലെ തന്നെ ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം, എങ്ങനെ ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്ഡേറ്റ് ഓർ ചേഞ്ച്, ഈ 3 കാര്യങ്ങളും നമ്മൾ ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ അസോസിയേറ്റ് ചെയ്ത് ഓരോ ലൂപ്പിലും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രിൻറ്റ് യുവർ നെയിം 5 ടൈംസ്. എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ പേര് 5 ടൈംസ് നമ്മൾ പ്രിൻറ്റ് ചെയ്യിക്കാൻ പോവുകയാണ് ബൈ യൂസിങ് വൈൽ ലൂപ്പ്. ഓക്കെ, അപ്പോൾ വൈലിൽ നമ്മൾ ഈ വൈൽ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഹൗ ദിസ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ വിൽ ബി സെറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് 1 മുതൽ 5 വരെയാണ് നമ്മൾ കൗണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? 1 ആയിരിക്കണം. നമ്മൾ എവിടം വരെയാണ് മീൻസ് ആക്ച്വലി കൗണ്ട് ചെയ്യാൻ പോകുന്നത്? 5 വരെയാണ് കൗണ്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ലൂപ്പ് കൺട്രോൾ വേരിയബിളിൽ വരുന്ന അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മുതൽ 5 വരെ എങ്ങനെയാണ്? 1 2 ആവണം, 2 3 ആവണം, 3 4 ആകണം, 4 5 ആകണം അല്ലേ? അപ്പോൾ വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഐ വാല്യൂസും, ഓക്കെ, നമ്മുടെ കയ്യിലുള്ള ഓരോ ഐ വാല്യൂസിൻ്റെ കൂടെയും നമ്മൾ 1 ആഡ് ചെയ്ത് അതായിരിക്കണം നമ്മുടെ പുതിയ ഐ വാല്യൂ. ദാറ്റ് ഇസ് ഐ വിൽ ബി അപ്ഡേറ്റഡ് ആൻഡ് ദ അപ്ഡേഷൻ വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ടു ദ വേരിയബിൾ ഐ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. സേ ഐ ഇസ് ഈക്വൽ ടു i+1 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വർക്കൗട്ട് ആവുന്നത്? ആസ് പെർ ദ റൂൾ ഓഫ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് നടക്കുന്നത് എന്തായിരിക്കും? റൈറ്റിലുള്ള ഓപ്പറേഷൻ ആയിരിക്കും. അത് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും? ലെഫ്റ്റിലേക്ക് സ്റ്റോർ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സപ്പോസ് ഇപ്പോൾ ഐയുടെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ ആ 1 എന്നുള്ള വാല്യൂ പ്ലസ് ഓൾറെഡി ഒരു 1 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്ത് അത് നമ്മൾ എന്ത് ചെയ്യും? ഐയിലേക്ക് സ്റ്റോർ ചെയ്യും. ഇപ്പോൾ ഐയുടെ പ്രസൻറ്റ് വാല്യൂ എന്താണ്? 2 ആണ്. ദെൻ നമ്മളിനിപ്പോൾ എന്ത് ചെയ്യും? ഇപ്പം ഐ എന്ന് പറഞ്ഞാൽ റെഫർ ചെയ്യുന്ന വാല്യൂ എന്താണ്? ഇപ്പോൾ അത് 2 ആയി മാറിയിട്ടുണ്ട് അല്ലേ? ഇനി നമ്മൾ i+1 എന്ന് പറയുമ്പോഴേക്കും ഐയിലുള്ള 2 എന്നുള്ള വാല്യൂ +1 ആയിരിക്കും നടക്കുക. സോ ദാറ്റ് വാല്യൂ വിൽ ബി അപ്ഡേറ്റഡ് ഇൻ അവർ വേരിയബിൾ. സോ അതായിരിക്കും നെക്സ്റ്റ് ഐ അല്ലെങ്കിൽ നെക്സ്റ്റ് ഐ വാല്യൂ ആവുന്നത്. ഐ എന്തായി മാറും? 3 ആയി മാറും. ഓക്കെ, ലൈക്ക് വൈസ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനകത്ത് ഐക്ക് അപ്ഡേഷൻസ് നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ നമ്മൾ കണ്ടീഷൻ അല്ലെങ്കിൽ ചേഞ്ച് എന്നുള്ള പോർഷനിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഹൗ ദിസ് വേരിയബിൾ ഐ വിൽ ബി അപ്ഡേറ്റഡ്. ഐക്ക് വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എവിടെ മെൻഷൻ ചെയ്യേണ്ടത്? അപ്ഡേഷൻ സെഷനിൽ മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ അപ്ഡേഷൻ്റെ ഒരു മോഡൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതെന്താണ്? ഐ ഈസ് ഈക്വൽ ടു i+1 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത ഇനീഷ്യൽ വാല്യൂ, ഐയുടെ ഇനീഷ്യൽ വാല്യൂ എന്തായിരിക്കണം? 1 ആയിരിക്കണം. സോ അത് നമ്മൾ എന്ത് ചെയ്തു? സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ സ്റ്റോപ്പിന് എപ്പോഴും നമ്മൾ പറയുന്നത് എന്തായിട്ടായിരിക്കും? ഒരു കണ്ടീഷനായിട്ടായിരിക്കും. എന്തായിരിക്കും? ഒരു കണ്ടീഷനായിട്ടായിരിക്കും. അതായത് നമ്മൾ കറക്റ്റായിട്ട് ഈ ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യണം, ഏത് കണ്ടീഷനിൽ ഈ ലൂപ്പ് വർക്ക് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ സ്റ്റോപ്പിംഗ് കണ്ടീഷനിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഐക്ക് വരുന്നത് ഐയുടെ വാല്യൂ 1 മുതൽ 5 വരെയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. ആരുടെ വാല്യൂ ആണ്? ഐയുടെ വാല്യൂ 5 മുതൽ 1 വരെയാണ്. ഐയുടെ വാല്യൂ 1 മുതൽ 5 വരെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. 1 to 5. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഐ വാല്യൂ എന്താണ്? 1 ആണ്. രണ്ടാമത്തെ ഐ വാല്യൂ 2 ആണ്. അടുത്ത ഐ വാല്യൂ 3 ആണ്. പിന്നെ 4 ആണ്, 5 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, സോ അപ്പോൾ നമ്മൾ വിത്തിൻ 5, അതായത് ഓരോ ജനറേറ്റ് ചെയ്യുന്ന ഐ വാല്യൂസും 5ലേക്ക് എത്തുന്നുണ്ടോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓരോ ഐ വാല്യൂസും എവിടം വരെ ആകാൻ പാടുള്ളൂ? മാക്സിമം 5 വരെ എത്താൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഐ വാല്യൂവിനെയും ആരുമായിട്ട് കമ്പയർ ചെയ്യണം? 5 ആയിട്ട് കമ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ 1 എന്നുള്ള വാല്യൂ ആസ് പെർ ദ കണ്ടീഷൻ ഒരു ട്രൂ അല്ലേ? അതായത് 5-നകത്തുള്ളൊരു വാല്യൂ അല്ലേ 1 എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് 5-നേക്കാളും ലെസ്സർ ആയിട്ടുള്ളൊരു വാല്യൂ ആണ് 1 എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, സോ ഇത് കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ ഈ ജനറേറ്റ് ചെയ്ത ഐ വാല്യൂ ഒരു ട്രൂ ആണ്. സോ നമ്മളുടെ കണ്ടീഷൻ, നമ്മളുടെ എന്താണ് ടെർമിനേഷൻ കണ്ടീഷനെ അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് കണ്ടീഷനെ ഒബേ ചെയ്യുന്നൊരു വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? 1 എന്ന് പറയുന്നത് അല്ലേ? ഐയുടെ വാല്യൂ 2 ആകുമ്പോഴും നമ്മൾ കറക്റ്റായിട്ടൊരു സ്ഥലത്തല്ലേ നിൽക്കുന്നത്? വിത്തിൻ 5 ആണ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടത്. സോ 2 ഈസ് ഓൾസോ ആൻ അക്സെപ്റ്റബിൾ വാല്യൂ. അപ്പോൾ നമുക്ക് എന്താണ്? ഇവർ നമ്മൾ റിലേഷൻ എഴുതി കൊടുക്കാം. എന്താണ് റിലേഷൻ? ലെസ് ദാൻ. നെക്സ്റ്റ് അടുത്ത വാല്യൂ എന്താണ്? 3 ആണ്. 3യും 5ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? ലെസ് ദാൻ.
4ഉം 5ഉള്ള റിലേഷൻ എന്താണ്? ലെസ് ദാൻ. 5ഉം 5 നമ്മുടെ റിലേഷൻ എന്താണ്? ഈക്വൽ ടു അല്ലേ? അപ്പോൾ ഈ ഒരു കണ്ടീഷൻ, അതായത് ഇത്രയും വാല്യൂസും 1 മുതൽ 5 വരെയുള്ള എല്ലാ വാല്യൂസും നമ്മുടെ ട്രൂ കണ്ടീഷൻസ് ആണ്. എന്താണ്? ട്രൂ കണ്ടീഷൻസ് ആണ്. എങ്ങനെയാണെങ്കിൽ ഓരോ ഐ വാല്യൂസും മസ്റ്റ് ബി ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അതിന് നമ്മൾ എങ്ങനെ എഴുതുന്നത്? പൈത്തണിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എങ്ങനെ കൊടുക്കാം? 5. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ. ഓക്കെ, സോ ഇതാണ് നമ്മൾ വൈലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട കണ്ടീഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ എൻറ്റർ ഇൻ ടു ദ ലൂപ്പ്. നമ്മൾ ലൂപ്പിനകത്തേക്ക് വരും. ഈ കണ്ടീഷൻ റോങ് ആകുമ്പോൾ, വെൻ ദിസ് കണ്ടീഷൻ ബിക്കംസ് റോങ്, വി വിൽ എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. നമ്മൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്തു പോകും. ഇതാണ് ആക്ച്വലി നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ നമ്മൾ ഈ സ്റ്റോപ്പിംഗ് കണ്ടീഷനെ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റോപ്പിനെ നമ്മളൊരു കണ്ടീഷനായിട്ട് ജനറേറ്റ് ചെയ്ത് ആ കണ്ടീഷൻ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ ലൂപ്പ് കൺട്രോൾ വേരിയബിളുമായിട്ട് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ എന്തൊക്കെ ചെയ്തു? നമ്മുടെ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ കേസിൽ ഐക്ക് ഒരു ഇനീഷ്യൽ കണ്ടീഷൻ കൊടുക്കണം. ദാറ്റ് ഈസ് ഐ ഈക്വൽസ് 1. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അടുത്ത എന്താണ്? ഒരു ഐക്കൊരു സ്റ്റോപ്പിംഗ് കണ്ടീഷൻ കൊടുക്കണം. ദാറ്റ് ഈസ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അതാണ് ഐയുടെ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ അല്ലേ? നെക്സ്റ്റ്, അതായത് 5 വരെ പോകാൻ പാടുള്ളൂ. വെൻ ഈ വാല്യൂ 6 ആവുന്നു, ആ സമയത്ത് ഈ കണ്ടീഷൻ ബ്രേക്ക് ആവും, കണ്ടീഷൻ ഫോഴ്സ് ആവും, വി വിൽ എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. ഓക്കെ, അടുത്ത ഐയുടെ അപ്ഡേഷൻ, അതായത് നമ്മുടെ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ മൂന്നാമത്തെ സ്റ്റാറ്റസ് എന്താണ്? ഹൗ ദിസ് വാല്യൂ ഐ വിൽ ബി അപ്ഡേറ്റഡ്. ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1. ഓക്കെ, സോ ഈ 3 കാര്യങ്ങളാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് 1, ഇതിനെ ഞാൻ 2 എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ 3 എന്ന് വിളിച്ചു. ഈ 3 കാര്യങ്ങൾ എല്ലാ പ്രോഗ്രാമിലും ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ട കാര്യം എന്താണ്? ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും, അതായത് ഐയുടെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്ന പ്രോസസ്സ്, ഐയുടെ വാല്യൂ 1 ആകുന്ന പ്രോസസ്സ്, സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ, സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റെപ്പ്, ദെൻ നമ്മുടെ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ, ദെൻ അപ്ഡേഷൻ സെഷൻ. ഓക്കെ, ഈ 3 കാര്യങ്ങൾ നമ്മുടെ ലൂപ്പിൽ എവിടെ പ്ലേസ് ചെയ്യും? വെയർ ടു പ്ലേസ്, അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ എവിടെ റൈറ്റ് ചെയ്ത് വെക്കും? ഓക്കെ, അപ്പോൾ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, അതായത് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, ബിഫോർ ആയിട്ട് ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് സെക്ഷൻ മെൻഷൻ ചെയ്തിരിക്കണം നമ്മുടെ പ്രോഗ്രാമിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി? ഏറ്റവും ആദ്യം വരേണ്ട സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ലൂപ്പ് തുടങ്ങുന്നതിന് മുന്നേ ആര് വരണം? ഐ ഈക്വൽസ് 1 വരണം. അപ്പോൾ നമുക്ക് എഴുതി കൊടുക്കാം ഐ ഈക്വൽസ് 1. നമ്മളിവിടെ പ്രോഗ്രാം എഴുതുവാണ് റൈറ്റ് സൈഡിൽ. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ എപ്പോഴും നമ്മൾ എഴുതേണ്ടത് ആരുടെ കൂടെ ആയിരിക്കണം? വൈലിൻ്റെ കൂടെ ആയിരിക്കണം. ആരുടെ കൂടെ ആയിരിക്കണം? വൈലിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് എഴുതാം. നെക്സ്റ്റ് നമ്മൾ ലൂപ്പിനകത്തേക്ക് കയറുവാണ്. സോ വൈലിൽ നമ്മൾ എന്തെങ്കിലും സ്റ്റോപ്പിംഗ് കണ്ടീഷൻ കൊടുക്കും. വാട്ട് ഈസ് ദാറ്റ്? ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഓക്കെ ആണോ? ഇനി നമ്മൾ 4 യൂസ് ചെയ്യുന്ന പോലെ തന്നെ കോളം കൊടുക്കുക. ഓക്കെ, ഇനി ലൂപ്പിൻ്റെ പേര് എഴുതി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണോ റിപ്പീറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് ഒന്ന് ടാബ് സ്പേസ് കൊടുത്ത് നമുക്ക് ലൂപ്പിനകത്തേക്ക് എഴുതി കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ പേര് പ്രിൻറ്റ് ചെയ്യുവാണ്. സോ ഞാൻ എന്ത് ചെയ്തു? പ്രിൻറ്റ് നെയിം എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, സോ പ്രിൻറ്റ് നെയിം ഇപ്പോൾ ലൂപ്പിനകത്താണ്. ബിക്കോസ് വൈലിനേക്കാളും കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? പ്രിൻറ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി റിപ്പീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു കാര്യം മാത്രമേ റിപ്പീറ്റ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. എന്താണ്? നിങ്ങളുടെ നെയിം പ്രിൻറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം എഴുതി കഴിഞ്ഞാൽ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുന്നേ ഉറപ്പായിട്ട് നമ്മൾ ഏത് സ്റ്റേറ്റ്മെൻറ്റിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം? അപ്ഡേഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടുത്തെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ലൂപ്പായിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്ന 3 സ്റ്റാറ്റസ് വാല്യൂസ് ഉണ്ടായിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ. അത് നമ്മൾ എവിടെ കൊടുക്കണം? നമ്മുടെ ലൂപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ. അടുത്ത എന്താ കൊടുക്കേണ്ടത്? ലൂപ്പിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സ്റ്റോപ്പിംഗ് കണ്ടീഷൻ. ആ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ നമ്മൾ എവിടെ കൊടുക്കണം? വൈലുമായിട്ട് പെയർ ചെയ്ത്, വൈലിൻ്റെ കൂട്ടത്തിൽ ഒരു ബ്രാക്കറ്റ് ഇട്ട് അല്ലെങ്കിൽ ഒരു പാരാന്തസിസ് ഇട്ട് അതിനകത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? സ്റ്റോപ്പിംഗ് കണ്ടീഷൻ മെൻഷൻ ചെയ്യാനായിട്ട്. ഇനി വൈൽ ഇൻട്രൊഡ്യൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വൈലിന് ഉള്ളിൽ അകത്ത് എഴുതി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ലൂപ്പിൻ്റെ അവസാനത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മസ്റ്റായിട്ടും നമ്മൾ കൊടുക്കേണ്ട ആളാണ് അപ്ഡേഷൻ. ഇതാണ് നമ്മുടെ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ അപ്ഡേഷൻ അല്ലെങ്കിൽ ചേഞ്ചിങ് സെക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് പോർഷൻ വന്നിട്ടുണ്ട്, സെക്കൻഡ് പോർഷൻ വന്നിട്ടുണ്ട്, തേർഡ് പോർഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രാമിൽ വൈലിനെ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ചിന്തിക്കേണ്ട കാര്യം എന്താണ്? ലൂപ്പ് വരുന്ന ആവശ്യമുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ആരെ യൂസ് ചെയ്യണം? ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ സ്റ്റാറ്റസ് വാല്യൂസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണം. ഇനീഷ്യൽ വാല്യൂ എന്തായിരിക്കണം? സ്റ്റോപ്പിംഗ് കണ്ടീഷൻ എന്തായിരിക്കണം? ഓരോ തവണ ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൽ വരുന്ന മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ചേഞ്ച് അല്ലെങ്കിൽ അപ്ഡേഷൻ എങ്ങനെയായിരിക്കണം? ഈ കാര്യമെല്ലാം നമ്മൾ ഒരു ബോക്സ് ചെയ്ത് റൈറ്റ് ഡൗൺ, ജസ്റ്റ് ഒരു റൈറ്റിലോട്ടൊരു ബോക്സ് അങ്ങ് വരച്ചങ്ങ് വെക്കുക. എന്നിട്ട് ആ
മൂന്ന് വാല്യൂസിനെയും നമ്മൾ പറഞ്ഞ റൂൾ അനുസരിച്ച്, അതായത് ലൂപ്പിന് തൊട്ട് മുന്നേ ഇനീഷ്യൽ കണ്ടീഷൻ കൊടുക്കണം, ഇനീഷ്യൽ വാല്യൂ കൊടുക്കണം. അതിനുശേഷം ലൂപ്പിനകത്ത് കയറിയതിന് ശേഷം വയലിൻ്റെ കൂട്ടത്തിൽ വേണം സ്റ്റോപ്പിംഗ് കണ്ടീഷൻ കൊടുക്കാനായിട്ട്. ലൂപ്പ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ ലൂപ്പിനകത്ത് വേണം നമ്മൾ ആരെ കൊടുക്കാനായിട്ട് i = i+1, അതായത് വയലിൻ്റെ നേർക്കല്ല കൊടുക്കേണ്ടത്, ലൂപ്പിന് ഉള്ളിൽ വേണം നമ്മൾ ആരെ കൊടുക്കാനായിട്ട് അപ്ഡേഷൻ സെഷൻ കൊടുക്കാനായിട്ട്. ഇത്തരം കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി. സിമ്പിളാണ്. ഈ മൂന്ന് കാര്യങ്ങളും അറിയാമെങ്കിൽ നമ്മുടെ വൈൽ ലൂപ്പിനകത്ത് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ വയലിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനകത്ത് സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ.